السلام عليكم ورحمة الله. كيف الحال؟ شلونك؟ طيبين شندك كلكم تمام خير. എന്നൊക്കെ നമ്മൾ ഒരാളെ കണ്ടാൽ ചോദിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ സലാം പറഞ്ഞ് എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ, സുഖമല്ലേ, റാഹത്തല്ലേ എന്നൊക്കെയാണ് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോൻ്റെ എങ്ങനെ തുടക്കം എങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് കുറച്ച് അറബി വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു തരുന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ജോബാക്കി കൊടുത്ത ഒരാൾക്ക് അറബി തീരെ അറിയില്ല, കാസ്റ്റ്യൂം ചേഞ്ച് ആയിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ വളരെ റാഹത്താവും, കാരണം ഞങ്ങൾ പോലത്തെ ആളുകൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കുക, എഴുതിയെടുത്ത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടെ സൗദി അറേബ്യയിലേക്ക് വരുന്ന പറഞ്ഞാൽ ഡ്രൈവിങ് ഹൗസ് ഡ്രൈവർ വേക്കൻ്റ് ആണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഡ്രൈവർ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷനിൽ വെച്ചിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് കുറച്ചൊക്കെ വാക്കുകൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ജോബ് വേക്കൻസി ഉണ്ട്. ആദ്യം ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ജോബ് വേക്കൻസി ഉണ്ട്. സാലറി അവർ പറഞ്ഞത് 2500 റിയാലാണ്. അത് സൗദിയിലുള്ള ആൾക്കാട്ടോ വേക്കൻറ്റിട്ടുള്ള ലീവ് വേക്കൻസിയാണ്. ഓക്കെ, ഏജ് പറഞ്ഞിട്ടുള്ളത് ഒരു 40 വയസ്സിൻ്റെ അകത്തുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അപ്പോൾ നോക്കിയിട്ട് പറയും. ലൈസൻസും ഇക്കാമയും വാലിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അറബി നല്ല സംസാരിക്കാൻ അറിയണം. അതുപോലെ തന്നെ റൂട്ടും അറിയണം. ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. തനാസുൽ വേക്കൻസി അല്ല കേട്ടോ, ലീവ് വേക്കൻസിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഏതോ ഒരു ഫിലിം പറഞ്ഞ മാതിരി അറബി അറിയും, അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ മാതിരി ഞാൻ അറബി മുഅല്ലിമൊന്നല്ല, അഥവാ അറബി മാഷൊന്നല്ല. ഞാൻ എനിക്കറിയുന്ന കുറച്ച് അറബി വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. അറിയുന്ന ആളുകൾ കമൻ്റ് ഇടായിരിക്കുക, അറിയാത്ത ആളുകൾ അത് എഴുതിയെടുത്ത് മനസ്സിലാക്കുക. കാരണം അറിയുന്ന ആളുകൾ പറയും അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ട് മനസ്സിലാക്കി തരുവക്കാരും എന്ന് വിചാരിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എവിടെ നിന്ന് തുടങ്ങണമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളൊരു കാറ് ഓടിക്കുന്ന ഒരാൾക്ക് ഫസ്റ്റായിട്ട് ഒരു അറബി വന്നിട്ട് കാറിൻ്റെ ചാവി കൊടുക്കണം, ആ കാർ എടുക്കാൻ പറയണം, പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകാൻ പറയണം, തിരിച്ച് വീട്ടിൽ പോകാൻ പറയണം. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, നിങ്ങൾക്കൊക്കെ കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് വന്നു. സൗദി നമ്മളെ ഫോണിലേക്ക് വിളിച്ചു. അസ്സലാമു അലൈക്കും ഷഫീഖ്, കൈഫൽ ഹാൽ. കൈഫൽ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സുഖമല്ലേ? അൽഹംദുലില്ലാഹ് കോയിസ് എന്ന് പറഞ്ഞു. എനിക്ക് സുഖമാണ് അൽഹംദുലില്ലാഹ്. താൽ അന ഇബ്ഗാറു ബക്കാല. താൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാ. ഓക്കെ, അന എന്ന് പറഞ്ഞാൽ ഞാൻ, എനിക്ക്. ഓക്കെ, റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുക. ബക്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ എങ്ങനെ പറയാം? സലാം പറഞ്ഞ് നമ്മളോട് സുഖം ലഭിച്ചിട്ട് പറയാണ് അന എബ റൂ ബക്കാല ഷഗൽ സയ്യാറ. ഷഗൽ സയ്യാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയണത്. അപ്പോൾ ചാവി ഒന്നും നിങ്ങളടുത്ത് തന്നിട്ടില്ലെങ്കിൽ ആ ചാവി അവൻ കൊടുന്നു തരികയാണെങ്കിൽ അതാ മുഫ്താഹിൻത, ഈ ചാവി എൻ്റെ വണ്ടിൻ്റെ ആണ്, എനക്കുള്ളതാണ് ഈ ചാവി എന്ന് പറഞ്ഞിട്ടാണ് തരിക. അത മുഫ്താഹ്. അന്ത റൂ ഷഗൽ സയ്യാറ. അന്ത അനാന്ന് പറഞ്ഞാൽ ഞാൻ, ഇൻത അല്ലെങ്കിൽ അന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ. റൂഹ് എന്ന് പറഞ്ഞാൽ പോകുക. അന്ത റൂഹ് സയ്യാറ ഷുഗൽ. അന്ത റൂഹ് സയ്യാറ ഷുഗൽ. അതെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്യും. അംസദിക്ക് ഗനയിജി, അംസദിക്ക് അനയിജി. 5 മിനിറ്റ് കൊണ്ട് അന ഈജി. ഈജി എന്ന് പറഞ്ഞാൽ ഞാൻ വരാം. ഓക്കെ, അന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നാണ്. ഇൻത എന്ന് പറഞ്ഞാൽ നീയാണ്. ഓക്കെ, അപ്പോൾ അംസദിക്ക് അന ഈജി, 5 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 10 വരെ എണ്ണ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വാഹിദ് എന്ന് പറഞ്ഞാൽ 1, ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ 2, തലാത്ത എന്ന് പറഞ്ഞാൽ 3, അർബ എന്ന് പറഞ്ഞാൽ 4, ഹംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.
സിത്ത് പറഞ്ഞാൽ 6, സബ് പറഞ്ഞാൽ 7, തമാനി പറഞ്ഞാൽ 8, തിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9, അഷറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. അപ്പോൾ ചിലപ്പോൾ ഇത്തിരി ദിക്കി ഗാനജായി, വാഹദിക്കി ഗാനജായി, വാഹദിക്കി ഗാനജായി, 1 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം, ഇത്രയും ദിക്കിക്ക് അനയിജി 2 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം എന്നാണ് പറയുന്നത്. അപ്പം പറഞ്ഞു അംസദിക്കിക്ക് അനയിജി തറോഷ് ചെയ്യാറ ഷോൽ ഷകൽ മുക്കൈഫ്. ഷകൽ മുക്കൈഫ് ഷകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആക്കുക. ഓക്കെ, ഷകൽ മുക്കൈഫ്. മുക്കൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കാണ് മുക്കൈഫ് എന്ന് പറയാം. ഇത് കുറച്ച് സ്പീഡ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഷകൽ മുക്കൈഫ് ഇതിപ്പോൾ ഫസ്റ്റ് ഒരു ചെറിയ ഡോസാണ്. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഓരോരോ വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ അയാൾ വന്നു, കലാസ് അയാൾ വന്ന് കയറി. ഡോർ വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, AC ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അയാൾ വന്ന് വാഹനത്തിൽ കയറി. പോട്ടെ. അപ്പോൾ അവൻ കയറിയിരിക്കുമ്പോൾ ചോദിച്ചു, അൻത മാലും സൂക്ക്, അനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? അൻത ഇയെ, അനക്ക് മാലൂം അറിയുമോ? മാലൂം എന്നിങ്ങനെ ചോദിക്കും. അൻത മാലൂം സൂക്ക്. സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയ്യാറ ഓടിക്കുന്നതിനാണ് സൂക്ക് എന്ന് പറയുന്നത്, ഡ്രൈവിങ്. അതൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളെന്ത് പറയാം? ഇൻഷാ അല്ലാഹ് അന മാലൂം. ഓക്കെ, എനിക്കറിയാം. അന മാലൂം, എനിക്കറിയാം. അപ്പോൾ പറയും എന്താ സൂപ്പർ മാർക്കറ്റിലാണ് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബക്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റാണ്, മിനി സൂപ്പർ മാർക്കറ്റിനാണ് ബക്കാല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബക്കാലയിൽ ലൊക്കേഷൻ പറഞ്ഞുതരും. ലൊക്കേഷൻ എങ്ങനെയൊക്കെയാണ്? ആദ്യം നമ്മൾ വണ്ടി എടുത്ത് നേരെ പോകണം. റുസീദ, റൂഹ് എന്ന് പറഞ്ഞാൽ പോകുക, സീത നേരെ, ഗിദ്ദാം നേരെ, മുന്നോട്ട് പോകുക എന്നുള്ളതിന് സൗദിയിൽ പറയുന്ന അറബി വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീത, ഗിദ്ദാം എന്നൊക്കെ പറയും. എന്താ UAE-യിലാണെങ്കിൽ സീർ എന്നൊക്കെ പറയും. ഓക്കെ, എന്താ സീർ എന്നൊക്കെ പറയും. ചില ഭാഗങ്ങളിൽ എന്താ ഭാഷകൾ മാറ്റമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. അപ്പോൾ ഇനി കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് റൈറ്റ് കയറണം. റൈറ്റ് കയറണം എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ഇപ്പോൾ അറിയുന്ന ഷഫീഖ്, യമീൻ എന്ന് പറഞ്ഞാൽ വലത്തോട്ട്. യമീൻ വലത്തോട്ട് എഴുതി വെക്കണം കേട്ടോ. യമീൻ വലത്തോട്ട് പോവുക. ഹിസാർ. അപ്പോൾ മുൻക്ക് ആ സിഗ്നലിൻ്റെ അവിടെ എത്തിയിട്ട് പറയണേ അത് അന്തരിഷാർ അറു ഹിസാർ. അന്തരിഷാറ എന്ന് പറയുമ്പോൾ ആ സിഗ്നലിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് പോകണം. ഇസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ട്, അന്തരിഷാറ എന്ന് പറയുമ്പോൾ സിഗ്നൽ എന്ന് പറയും. ഓക്കെ, ഇനി അതല്ല നമ്മളൊരു എന്താ അന്തരിഷാറയിൽ നിന്ന് നേരെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയും റോസീദ. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ റോസീദ. ഇനി യൂട്ടൺ അടിക്കണം എന്ന് വെച്ചാൽ റജ്ജ. യൂട്ടണ് റജ്ജ. അപ്പോൾ ഇസാർ റജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യൂട്ടൺ അടിക്കുക എന്നാണ്. കാരണം ഇസാർ റജ്ജ എന്ന് പറഞ്ഞ ചില ആളുകൾ, ഞാൻ തന്നെ പല ടൈമിൽ എനിക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസാർ റജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടൺ അടിക്കാനാണ് കേട്ടോ. പിന്നെ അവന് ബക്കാലിയിൽ നമ്മൾ നിർത്തണു, സാധനങ്ങൾ മേടിക്കുമ്പോൾ പറയണു അംസത്തേക്ക് കാരണം ചേച്ചി 5 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം, സാധനങ്ങൾ മേടിച്ചിട്ട് വരുന്നു. പിന്നെ അവൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ റജ്ജ തിരിച്ചു പോവുക വീട്ടിലേക്ക്. റജ്ജ തിരിച്ചു പോകുക. ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ വീട്. ഓക്കെ, വീട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ ഒരാളെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി തിരിച്ചു പോകുന്നു. വാഹനത്തിന് ലെഫ്റ്റ് റൈറ്റ് തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ പൊങ്കാലിടരുത്. ഞാൻ അടുത്തുള്ള വേക്കൻസി പറഞ്ഞുതരാം കേട്ടോ. ഒരു തനാസിൽ വേക്കൻസി ഉണ്ട്. 2500 റിയാലാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 35 വയസ്സിനകത്തുള്ള ആൾ മതി. ലൈസൻസ് വേണം, ഇക്കാമ വേണം, അറബി സംസാരിക്കാൻ അറിയണം, റൂട്ട് അറിയണം. ഓക്കെ, താല്പര്യമുള്ളവർ മാത്രം എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എൻ്റെ കോൺടാക്ട് നമ്പർ 9895 331 557 98 95 331 557. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഒരു വേക്കൻ്റ് കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. നാട്ടിലുള്ള ആളുകൾ ഇങ്ങനെ ചോദിക്കണ്ട, ഷെഫീഖ് ഭായ് നിങ്ങൾക്കില്ലതൊക്കെ വരും. വെയിറ്റിംഗ്. ഓക്കെ, അപ്പോൾ മുത്തുമണികളെ മൂന്നാമത്തെ വേക്കൻസി ഏത് വെച്ച് കഴിഞ്ഞാൽ, സൗദി അറേബ്യയിൽ നിങ്ങളെ കയ്യിൽ ഒരു ചെറിയ കാറുണ്ടോ, ഒരു 25,000 30,000
20,000 റേറ്റ് വില വരുന്ന കാറുകളുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു ഫുഡ് ഡെലിവറി ഉണ്ട് ചെറിയ കാറില്ല ആളുകൾക്ക്. ലൈസൻസും വേണം, ഇക്കാമയും വേണം, വാലിഡ് ആയിരിക്കണം, എക്സ്പയർ ഉള്ളവർ വിളിക്കണ്ട, ലൈസൻസ് ഇല്ലാത്തവരും വിളിക്കണ്ട, മെസ്സേജ് അയക്കണ്ട. സാലറി പറഞ്ഞിട്ടുള്ളത് 4,000 റിയാൽ സാലറി ഉണ്ട്, റൂമും ഉണ്ട്, ഫുഡും ഉണ്ട്. ഇത് എങ്ങനെയുള്ള ജോലിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ജോലിയാണ്. അവർ തനാസിൽ എടുക്കൂല. 4 ഡ്രൈവർമാരാണ് ആവശ്യമുള്ളത്. ഇന്നലെ ഞാൻ കുറച്ച് ആളുകൾ എമർജൻസി വേക്കൻസി ആവുകൊണ്ട് ഇന്നലെ ഞാൻ കുറച്ച് ആളുകൾക്ക് നമ്പർ കൊടുത്തിരുന്നു. അതിൽ 1-2 ആളുകളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതിൽ വേക്കൻ്റ് ഉണ്ട്. അപ്പോൾ ചെറിയ കാറില്ല ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ തരാം. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞിട്ട് മാത്രം മെസ്സേജ് അയച്ചാൽ മതി. പെട്രോള് നിങ്ങൾ അടിക്കണം. ഒരു ദിവസം 100 കിലോമീറ്ററിൻ്റെ അകത്ത് ഓട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞു എന്നോട്. പെട്രോള് നിങ്ങൾ അറിയണം, കാറും നിങ്ങൾ എടുക്കണം. നിങ്ങളെ റെൻറ്റിന് കാർ എടുത്ത് വരുന്നവരൊന്നും ഈ ജോബിന് വരണ്ട, കാരണം മുതലാവില്ല. അവനവൻ്റെ സ്വന്തം കാറില്ല ആളുകൾ മാത്രം ഉണ്ടെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചാൽ മതി. കാരണം രാവിലെ 10 മണിക്ക് ഡ്യൂട്ടി ആയിരിക്കും. കാരണം 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആകുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് ഡ്യൂട്ടി ആയിരിക്കും. വൈകിട്ട് പിന്നെ ചിലപ്പോൾ ഓവർ ടൈം ഉണ്ടാവും. 10 അവർ ഡ്യൂട്ടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ കേട്ടോ. അപ്പോൾ ഒരു 10 മണിക്കൂർ ഡ്യൂട്ടി ഇൻഷാ അല്ലാഹ് ഞാൻ പ്രതീക്ഷിക്കുക. പിന്നെ അവർ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സംഭവം ഒന്നുമല്ല. നിങ്ങളെ ലൈസൻസ് ഇക്കാമിയൊക്കെ വാലിഡ് അല്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറബിയൊക്കെ കുറച്ച് സംസാരിക്കാൻ അറിയില്ലേ, റൂട്ടൊക്കെ അറിയില്ല, ലൊക്കേഷൻ നോക്കി പോകാനൊക്കെ വഴിക്കൂലൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ചില ആളുകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ ഷെഫീഖ് ഭായി എനിക്ക് വേണ്ട ജോബ് പറയും. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാരൻ്റെ മുത്തുമണികളെ ഇതാരും പഠിച്ചിട്ട് വലിയ ആളുകളായതില്ല. ഇതൊക്കെ നമ്മൾ ശ്രമിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതെല്ലാം നമ്മളൊരു പ്രസവിച്ച് കഴിഞ്ഞേക്കാൻ ഒരു വ്യക്തിയും പിന്നെ ഡ്രൈവിങ് പഠിച്ചു വന്നിട്ടില്ല. ഇതൊക്കെ നമ്മളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ കുറേ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കാർ എടുത്തിട്ടോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിച്ച് ക്ലിയർ ആക്കിയിട്ടാണ്. അതാരും തേഞ്ഞോലൊന്നുമില്ല. ഇനിയിപ്പോൾ 20 കൊല്ലമായി ഞാൻ ഡ്രൈവിങ് അറിയാമെന്ന് പറഞ്ഞാൽ എനിക്ക് 100% ഡ്രൈവിംഗ് ഒന്നും അറിയില്ല എന്ന് പറയാൻ കാരണം ഞാൻ അതാരും തേഞ്ഞോലില്ല. അതെന്തും എപ്പോഴും സംഭവിക്കാതിരിക്കട്ടെ. പടച്ച റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ഇരുമ്പിന് ജീവൻ വെച്ച പരിപാടിയാണ്. ഒക്കെ തല തിരിഞ്ഞിട്ടാ പിന്നെ എന്താ ചെയ്യാം. പിന്നെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ വേക്കൻറ്റുകൾ. ഞാനിങ്ങനെ ക്ലിയർ ആയി തർത്തീബ് ചെയ്ത് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ചില്ലാന മെസ്സേജ് ഇന്നലെ വന്നിക്കണു. അതിലാകെ കൊടുത്തിക്കണ 5-6 പേർക്കേ നമ്പറുള്ളൂ. ഒക്കെ ചോദിക്കണ വാലും മൂടും ഇല്ലാതെ അങ്ങോട്ട് കുറേ ഇങ്ങോട്ട് കുറേ, അതെന്തായി ഇതെന്തായി. നമ്മുടെ വീഡിയോ ടൈം ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് കണ്ട മാത്രമേ ഞാൻ ഈ പറഞ്ഞ വേക്കൻ്റ് എന്താണെന്നുള്ളതും, അല്ലാതെ ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂന്നല്ല. നിങ്ങൾക്ക് ജോബ് വേണമെന്നുണ്ടാവുകൊണ്ടാണല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നത്. 1-2 ആളുകൾ ഇങ്ങനെ പരാതി പറഞ്ഞു, ഷെഫീഖ് ഭായി നിങ്ങൾ അങ്ങനെ പറയുന്നത്, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫുള്ളായിട്ട് കാണാത്തവരോടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു എന്നുള്ളതും കൂടി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങളെ പരിപാടികളൊക്കെ നടക്കുള്ളൂ. ഓക്കെ, പിന്നെ ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് നമ്മളെ കയ്യിൽ വന്നത് 3 വേക്കൻസികളാണ്. ഇന്നലെ രാത്രി വന്ന വേക്കൻസികളൊക്കെയാണ്. അപ്പം ഇന്ന് രാവിലെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഷെഫീഖ് ഭായി എനിക്ക് ഇന്ന പ്രൊഫഷണൽ ജോബ് അറിയുന്നതാണ് ഒരുപാട് ആളുകൾ CV അയക്കുന്നുണ്ട്. ഞാൻ ആ CV തുറന്നു നോക്കണ പോലും ഇല്ല. അപ്പോൾ അവരെന്നെ ദേഷ്യപ്പെടുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മാത്രമായി എന്നെ വാച്ച് ചെയ്താൽ മതി. എനിക്ക് നിങ്ങളെല്ലാവരെയും ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ജോബ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇല്ലാതെ ചുമ്മാ മെസ്സേജ് അയക്കണ്ട. കാരണം ഞാൻ തിരക്കിലായിരിക്കും, പിന്നെ റീപ്ലൈ തന്നില്ല. ഇന്നലെയും കുറച്ച് ആളുകളൊക്കെ ചൂടാവുന്നുണ്ട്. ഒരു മെസ്സേജ് അയച്ചാൽ റീപ്ലൈ തന്നൂടെ, ഓലൊക്കെ പോയി നമ്മളെ ശമ്പളം നിന്ന് നിർത്തിയതാണെന്നാണ്. കാരണം സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഓരോ മനുഷ്യരും സംസാരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്, അവരെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. ഈ 4,000 റിയാൽ സാലറി ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആരാണെങ്കിലും എടുത്തു ചാടും. എന്താണ് എങ്ങനെയാണ് ആ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ വരുന്ന ആളുകളുണ്ട്. അതൊക്കെ പോട്ടെ, അതൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ ശ്രദ്ധിക്കുക എല്ലാവരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ അറബി ക്ലാസ് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തണം കേട്ടോ. ഇനി വേണമെന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ചു നേരം കൂടിയൊക്കെ പറഞ്ഞുതരാം. ഒരു 5 മിനിറ്റും കൂടിയൊക്കെ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് സൗദിയിൽ വന്നു കഴിഞ്ഞാൽ. ഒന്ന്
പൈസ ക്യാഷ്, 2 നമുക്ക് ജോലി, 3 ഫുഡ്, അതുപോലെ തന്നെ ഉറക്കം. അപ്പോൾ ക്യാഷിന് എന്താ പറയുക? ഫുലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് എന്നാണ്. ഓക്കെ, അത് 10 റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 റിയാൽ, 10 രൂപ. റിയാൽ എന്നുള്ളതിന് തന്നെ 10 റിയാൽ. 20 റിയാൽ എന്ന് പറഞ്ഞാൽ 20 റിയാൽ. 30 റിയാലിന് 30 റിയാൽ. 40 റിയാലിന് 40 റിയാൽ. 50 റിയാലിന് 50 റിയാൽ. പിന്നെ 100 റിയാലിന് 100 റിയാലിന് 100 റിയാൽ എന്ന് പറയും. 500 റിയാലിന് 500 എന്ന് പറയും. 1000 റിയാലിന് 1000 റിയാൽ എന്ന് പറയും. ഓക്കെ, പിന്നെ 10,000-ന് 10,000 എന്ന് പറയും. എവിടേക്കെങ്കിലും കുറച്ച് കിട്ടുകയാണെങ്കിൽ ആ ഭാഗങ്ങൾ അങ്ങനെ പറഞ്ഞു തരാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ എഴുതിയെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും നിന്നെ കൊണ്ട് കജ്ജുനിച്ച് തോന്നുന്നില്ല. പറയുന്നതൊക്കെ പാടെ ചിലപ്പോൾ ഒരു 10-50 വീഡിയോ ചെയ്യണ്ടേ. പിന്നെ അക്കിൽ, ഫുഡ്. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് സൗദി വിളിക്കുന്ന ടൈമിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക? പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു സൗദിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതേ ഏജ് ആണെങ്കിൽ അഹു, ബ്രദർ എന്നില്ല ഇതിൽ സംസാരിക്കണം. അഹു എന്നുള്ളൊരു ഫസ്റ്റ് നമ്മൾ അവരെ അങ്ങനെ എടുത്തു ചാടി വിളിക്കാതെ നമ്മൾ അവരെ ബഹുമാനിച്ചിട്ട് വിളിക്കുക. അഹു, ബ്രദർ. കുറച്ച് ഏജ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഹമ്മി, അങ്കിൾ. ഓക്കെ, ഹമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിൾ. അതുപോലെ തന്നെ ഏജ് കുറച്ച് കൂടുതലുള്ള ആളുകളാണെങ്കിൽ ബാബ എന്നൊക്കെ വിളിക്കും. നമ്മളെ ശരിക്കുള്ള ബാബ എന്നല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബാബ അല്ലെങ്കിൽ മാമ എന്നൊക്കെ വിളിക്കും. ചില ആളുകളൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആകെ ഒരു ബാബി മാമയുള്ളത് എൻ്റെ നാട്ടിലാണ്, ഞാൻ ഇവിടെ ബാബി മാമി എന്നൊന്നും വിളിക്കില്ല. അത് നമ്മൾ വരെ ബഹുമാനത്തിൽ വിളിക്കണതാണ്, കേട്ടില്ലേ? വേറെ ഒന്നുമല്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളെ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ ലൗസമാത്ത് എന്ന് ഉപയോഗിക്കുക. ഒരു സ്ത്രീനോട് ഇപ്പം നമ്മളൊരു വഴി ചോദിക്കുകയാണ്, ലൗസമാത്ത് എന്താ മാലുമാത് സുഖ്വൈൻ, സിസ്റ്റർ നിങ്ങൾക്ക് അറിയോ ഈ സൂപ്പർ മാർക്കറ്റ് എവിടെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ ഇന്ത മാലുമാത ഫി മത്താം ലൗസമാത്ത്, ഇന്ത മാലുമാത മത്താം. എവിടെ നമ്മൾ പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ലൗസ്മാത്ത് എന്നുള്ളത് ഉപയോഗിക്കുക, അഖ്തി എന്നുള്ളത് ഉപയോഗിക്കുക. അഹു എന്ന് പറഞ്ഞാൽ ആണ്, അഖ്തി നമ്മളെ ഏജിനോട് സെയിം ആണെങ്കിൽ അഖ്തി എന്ന് ഉപയോഗിക്കുക. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൗസ്മാത്ത് എന്നുള്ളത്, സിസ്റ്റർ എന്നുള്ളൊരു വാക്ക് നമ്മൾ അവിടെ ഉപയോഗിക്കണം. ഓക്കെ, പിന്നെ നമ്മളോട് ഇപ്പോൾ വിളിക്കുന്ന ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ പറയുക? അമ്മി അനഷോയി ആക്കിൽ, അനഷോയി ആക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഷോയ ദിഗിക്ക് ഈജി, ഷോയ ദിഗിക്ക് ഈജി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് വരാം. ഞാൻ അന ഷോയി, അന എന്ന് പറഞ്ഞാൽ ഞാൻ, ഷോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് എന്നുള്ളത് അർത്ഥമാണ്. അന ഈജി, അന ഷോയ ദിഗിക്ക് ജായി, ഞാൻ കുറച്ച് നേരം കൊണ്ട് വരാമെന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ നോം, സ്ലീപ്പിംഗ് അഥവാ നമ്മൾ ഉറങ്ങുക. അപ്പോൾ ഫോൺ വിളിച്ചു, നമ്മൾ ഫോൺ എടുത്തില്ല, ഓൻ ഡോറിൽ വന്നിട്ട് മുട്ടും. ഓൻ ഡോറിൽ വന്നിട്ട് മുട്ടുന്ന ടൈമിലേക്ക് എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അന നോം, അന എന്ന് പറഞ്ഞാൽ ഞാൻ, അൻത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ, അന നോം അല്ലെങ്കിൽ അന ഷൊയ്യ നോം, ഞാൻ കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ പറയും മാഫി മുഷ്കില, പ്രശ്നമില്ല അൻതത്താ എന്ന് പറയും, ഇജുബാവേ എന്ന് പറയും. നല്ല സൗദികളെ കാര്യമായിട്ടാണ് പറയണത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായി? ക്യാഷിൻ്റെത് ഫുലൂസ്, ഭക്ഷണത്തിൻ്റെത് അക്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുക എന്നുള്ളത് നോ. ഓക്കെ, ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജോബിൻ്റെ കാര്യമാണ്. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗൂൽ, ദവാം എന്നൊക്കെ നമ്മൾ പറയും. ദവാമാണ് നമ്മൾ ജോലി ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണ്ട ആളുകളെല്ലാം കമൻറ്റ് ചെയ്യണം. നിങ്ങൾ തരുന്ന കമൻറ്റിനനുസരിച്ചിട്ട് ഞാൻ മുന്നോട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ഇതൊന്നല്ല കേട്ടോ പഠിച്ചോനെ, 50 വീഡിയോയിൽ തീരൂല നമ്മളെ അറബി വാക്കുകളൊന്നും. എന്നാൽ ഞാൻ അറബി മാലിമൊന്നുമല്ല, മാഷൊന്നുമല്ല. നമുക്ക് അറിയണതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് വീഡിയോ അടിപൊളിയാക്കുക ഇവിടുന്ന്. ഓക്കെ.